പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ വില ഇലക്ട്രിക് വണ്ടികൾക്ക് നൽകേണ്ട അവസ്ഥ 2 വർഷം കൊണ്ട് മാറാൻ പോകുന്നു. ഇന്ധനം ഏതായാലും വണ്ടിയുടെ വില ഏതാണ്ട് ഒന്നു തന്നെയായി തീരുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് പറയുന്നത്. അതുകൊണ്ട് EVകൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകുന്ന ഇന്നത്തെ സ്ഥിതി ഒഴിവാകുമെന്ന് കൂടിയാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ചാർജിംഗ് പ്രശ്നം അത് വേറെ. 26,000 കോടി രൂപ ചെലവിൽ 240 വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനിയുമായി കരാർ ഒപ്പുവച്ചു. സുഖോയ് 30 MKI മോഡൽ എഞ്ചിനുകളാണ് HALന്റെ കൊറാപ്പുട്ട് ഡിവിഷനിൽ നിർമ്മിക്കുന്നത്. ഓരോ വർഷവും 30 എയറോ എഞ്ചിനുകൾ വീതം 8 വർഷം കൊണ്ടാണ് 240 എഞ്ചിനുകൾ നിർമ്മിച്ച് കൈമാറുന്നത്. പടക്കോപ്പുകൾ തദ്ദേശീയമാകട്ടെ. മലിനീകരണം കുറയ്ക്കാൻ ഇത്തവണ അല്പം കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡൽഹി സർക്കാർ. പടക്കങ്ങളുടെ നിർമ്മാണവും വിൽപ്പനയും ജനുവരി 1 വരെ നിരോധിച്ചു. അതിനിടയിൽ ദീപാവലിയും കടുത്ത മഞ്ഞുകാലവും കടന്നുപോകും. ഓൺലൈൻ പടക്ക വിൽപ്പനയ്ക്കും നിരോധനം ബാധകം. ഡൽഹിയിലെ മലിനീകരണ രൂക്ഷത അറിയുന്നവർ അത് വേണ്ടായിരുന്നു എന്ന് പറയില്ല. കുരങ്ങ് വസൂരി ലോകത്ത് പലയിടത്തും പ്രശ്നമായി മാറിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി മുൻകരുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുവരെ കുരങ്ങ് വസൂരി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പരിഭ്രാന്തി വേണ്ട, ജാഗ്രത മതി. ഓഹരി വിപണിയിൽ IPOയുടെ പൂക്കാലമാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ ടയർ കമ്പനികളിൽ ഒന്നായ ടോളിൻസ് ടയേഴ്സിന്റെ പ്രാരംഭ ഓഹരി വിൽപ്പന തുടങ്ങി. 230 കോടി രൂപ സമാഹരിക്കാനുള്ള ഈ ഉദ്യമത്തിന് മെച്ചപ്പെട്ട പ്രതികരണം. ഓല ഇലക്ട്രിക്കിന് പിന്നാലെ സ്കൂട്ടർ നിർമ്മാതാക്കളായ ഏഥർ എനർജി 3,100 കോടി രൂപയുടെ IPOയ്ക്ക് കടലാസുകൾ സമർപ്പിച്ചിരിക്കുകയാണ്. നിക്ഷേപകരുടെ ആവേശം, വിപണിയുടെ ഭാഗ്യം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.